പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഓണം വരുന്നു. അതിന് തൊട്ടു മുമ്പ് തന്നെ ഓണപ്പരീക്ഷ എത്തുവാണ്. അപ്പോൾ നമുക്ക് 10ാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലിയും കേരള പാഠാവലിയും റിവിഷൻ നടക്കേണ്ട സമയമാണ്. ആദ്യം നമുക്ക് അടിസ്ഥാന പാഠാവലി 1ാമത്തെ യൂണിറ്റിൻ്റെ ആവർത്തന ക്ലാസ്സുകളിലേക്ക് കടക്കാം. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ജീവിതം പടർത്തുന്ന വേരുകൾ. അതിൻ്റെ തുടക്കമായിട്ട് ഡി വിനയേന്ദ്രൻ സാറിൻ്റെ വേരുകൾ എന്ന ഗദ്യ കവിതയിലെ ഏതാനും വരികൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വരികളൊന്ന് ശ്രദ്ധിക്കാം. കുട്ടി അമ്മയോട് ചോദിച്ചു, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ, അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട്, അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു. അമ്മ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വേരുകളോ? അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ. അപ്പം പാഠഭാഗത്ത് ചോദിച്ചേക്കുന്നത് ഭൂമിയെ അമ്മയായി സങ്കല്പിക്കുന്നതിൻ്റെ ഔചിത്യം ചർച്ച ചെയ്യുക എന്നൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 മാർക്കിനുള്ള ചോദ്യമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് 1 മാർക്കിൻ്റെ അല്ലെങ്കിൽ അര മാർക്കിൻ്റെ 4 5 ചോദ്യങ്ങൾ, അത് കഴിഞ്ഞ് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്നിങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇതേ ക്രമത്തിൽ തന്നെ പോകാം. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ നമുക്കിപ്പോൾ ഒന്ന് വിശകലനം ചെയ്യാം. ഭൂമിയെ അമ്മയായി സങ്കല്പിക്കുന്നതിൻ്റെ ഔചിത്യം ചർച്ച ചെയ്യുക. ഭൂമി എല്ലാ മനുഷ്യരുടെയും, ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുടെയും അമ്മ തന്നെയാണ്. നമ്മൾ പാദമുറപ്പിച്ച് നിൽക്കുന്നത്, നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നത്, നമ്മൾക്ക് ജീവിത പാഠങ്ങൾ പകർന്നേകുന്നത് എല്ലാം ഭൂമി തന്നെയാണല്ലോ. അമ്മയെപ്പോലെ നമ്മളെ പിച്ച നടത്തി നമുക്ക് വേണ്ട ശ്വാസവും ജലവും വെളിച്ചവും എല്ലാം പ്രദാനം ചെയ്ത് നമ്മളെ കൊണ്ട് നടന്ന് പാദങ്ങൾ ഉറപ്പിച്ച് ഇവിടെ നിൽക്കാൻ നമ്മെ സഹായിക്കുന്നത് ഭൂമി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയെ അമ്മയായി കാണുന്നതാണ് ഏറ്റവും ഔചിത്യം. ONV കുറുപ്പിൻ്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ഭൂമിക്കൊരു ചരമഗീതം. കവി പറയുന്നുണ്ട്, ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. തുടർന്ന് കവി പറയുന്നുണ്ട്, പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ, എണ്ണിയാലൊടുങ്ങാത്ത സന്തതികളെ നൊന്തുപെറ്റു. അങ്ങനെ എണ്ണമില്ലാത്ത സന്തതികളെ നൊന്തു പ്രസവിച്ച അമ്മ തന്നെയാണ് ഭൂമി. ഭൂമി അമ്മയായി സങ്കല്പിക്കുന്നത് തികച്ചും ഔചിത്യപൂർണമായ ഒരു ഭാവന തന്നെയാണ്. ഇനി ഈ വരികളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് ഞാനിവിടെ പറയുകയാണ്. വേരുകൾ നഷ്ടപ്പെട്ടാൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ നഷ്ടമാകും. സമകാലീന അവസ്ഥ ചൂണ്ടിക്കാണിച്ച് ഈ അഭിപ്രായം വിശകലനം ചെയ്യുക എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ അതുമായിട്ട് എങ്ങനെ പ്രതികരിക്കും? ഇപ്പം നിങ്ങൾക്കെന്നല്ല, നമുക്കെല്ലാം കൺമുമ്പിൽ അതിഭയങ്കരമായൊരു ഉദാഹരണമുണ്ട്. വയനാട് ശരിക്കും അതിമനോഹരമായ ഭൂപ്രദേശമായിരുന്നു. എത്രയോ അധികം മനുഷ്യർക്ക് ജീവനോപാധിയായിരുന്നു ആ ഭൂമി. വളരെയധികം ആൾക്കാർ അവിടെ താമസിച്ചിരുന്നു. ഒരു രാത്രിയിൽ പെയ്ത ഒറ്റ മഴ കൊണ്ട് ആ ഭൂമിയാകെ തുടച്ചു നീക്കപ്പെട്ടു. ഒരു ഭൂമിയിൽ ഉൾക്കൊള്ളാവുന്നതിലധികം കെട്ടിടങ്ങളും മറ്റ് ആധുനിക സംവിധാനങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ഭൂമിക്കത് താങ്ങാൻ പറ്റിയില്ല. കുത്തൊലിച്ചു വന്ന മലവെള്ളത്തിൽ ജനങ്ങളുടെ ജീവിതവും
അതുവരെ അവിടെ കെട്ടിപ്പൊക്കിയ സൗധങ്ങളുമെല്ലാം നിലംപൊതിച്ചു. ഭൂമിക്കടിയിൽ വിങ്ങി നിറഞ്ഞ ജലകുംഭങ്ങൾ ആ ഭൂമിയെ ആകെ ഒഴുക്കിക്കൊണ്ടുപോയി. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ സംഭവിക്കുന്ന ദുരിതങ്ങൾക്ക് നമ്മുടെ അർജുൻ്റെ മരണത്തിനിടയാക്കിയ ദുരന്തം ഇതെല്ലാം നമ്മൾ നടത്തുന്ന കടന്നുകയറ്റത്തിൻ്റെ അനന്തരഫലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേരുകൾ ഈ ഭൂമിയിൽ തന്നെയാണെന്നുള്ള ചിന്ത നമ്മളിൽ ഉറച്ചിരിക്കണം. നമുക്ക് ഇനിയും ഈ 3 പാഠങ്ങൾ ഈ ആദ്യ ശീർഷകവുമായി, ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന ശീർഷകവുമായി ഈ 3 പാഠങ്ങൾ എങ്ങനെ ചേർന്ന് പോകുന്നു എന്നുള്ളത് കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ: പ്ലാവിലക്കഞ്ഞി, ഓരോ വിളിയും കാത്ത്, അമ്മത്തൊട്ട്. പ്ലാവിലക്കഞ്ഞിയിൽ ഒരു കുടുംബ ബന്ധത്തിൻ്റെ അഗാധതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കോരനും ചിരിതയും അവിടെ വന്ന് കയറുന്ന കോരൻ്റെ അച്ഛനും ഒക്കെ തമ്മിലുള്ള ആത്മബന്ധം, അത് ജീവിതം പടർത്തുന്ന വേരുകൾ തന്നെയാണ്. ഓരോ വിളിയും കാത്ത്, മരിച്ചുപോയ അച്ഛൻ മരിച്ചില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഏത് നിമിഷവും തന്നെ അച്ഛൻ വിളിക്കും എന്ന് കാത്തിരിക്കുന്ന ഒരമ്മ, അമ്മയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അമ്മയെ തൻ്റെ കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മകൻ, അതും ജീവിതം പടർത്തുന്ന വേരുകളാണ്. അടുത്തതാകട്ടെ, തൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം അമ്മയെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാനായി തത്രപ്പെടുന്ന ഒരു മകൻ. എന്നാൽ അമ്മയോട് മകന് സ്നേഹമുണ്ട് താനും. അമ്മയെ ഉപേക്ഷിക്കാൻ മകന് കഴിയുന്നില്ല. പക്ഷേ ഭാര്യയുടെ നിർബന്ധം കാരണം അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. അപ്പം ഈ 3 പാഠങ്ങളിലും ജീവിതത്തിൻ്റെ 3 മിഴിവുറ്റ ചിത്രങ്ങൾ തന്നെയാണ് കാണുന്നത്. അപ്പം പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഏറ്റവും ഉചിതമായ ശീർഷകം തന്നെയാണ് ഈ യൂണിറ്റിനുള്ളത്. ഇനി നമുക്ക് പ്ലാവിലക്കഞ്ഞിയിലെ ചെറു ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ ചോദ്യങ്ങളും വിശകലനം ചെയ്യാം. ഇപ്പം ഇതിനകത്തുനിന്ന് എ പാർട്ടിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ: രണ്ടടങ്ങഴി എന്ന നോവൽ എഴുതിയത് ഏത് ജ്ഞാനപീഠ അവാർഡ് ജേതാവാണ്? തകഴി ശിവശങ്കരപ്പിള്ള. പിതാവിനോട് കോരൻ ചെയ്ത അക്ഷന്തവ്യമായ അപരാധം എന്തായിരുന്നു? അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോന്നത്. കോരൻ ആരുടെ ജോലിക്കാരനാണ്? പുഷ്പവേലിൽ ഔസേപ്പിൻ്റെ. കോരൻ്റെ ഏറ്റവും വലിയ മോഹം തൻ്റെ അച്ഛന് വയറ് നിറയെ ചോറ് കൊടുക്കണമെന്നുള്ളത്. പ്ലാവിലക്കഞ്ഞി എന്ന പേരിൻ്റെ ഔചിത്യം. പ്ലാവിലയിലെ കഞ്ഞിയാണല്ലോ പ്ലാവിലക്കഞ്ഞി. എത്ര സമ്പൽ സമൃദ്ധി ഉണ്ടെങ്കിലും, നാട് മുഴുവൻ സമ്പന്നമാണെങ്കിലും, പാവപ്പെട്ടവന് വെറും ഒരു പ്ലാവിലയിലെ കഞ്ഞി മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്നത്. കോരൻ പുഷ്പവേലിൽ ഔസേപ്പിൻ്റെ ജോലിക്കാരനാണ്. ജോലിക്കൂലിയായിട്ട് കോരന് നെല്ല് കിട്ടുന്നില്ല. കാശ് കിട്ടിയാൽ ആ കാശ് കൊണ്ട് ആവശ്യത്തിന് നെല്ലൊട്ട് മേടിക്കാനും പറ്റില്ല. നെല്ല് കിട്ടിയെങ്കിലേ വയറ് നിറച്ചുണ്ണാൻ പറ്റുകയുള്ളൂ. പക്ഷെ അങ്ങനെ നെല്ല് കിട്ടാത്തത് കൊണ്ട് കിട്ടുന്ന നെല്ല് വെച്ച് ജീവിതം തള്ളി നീക്കുന്ന അവർക്ക് പ്ലാവിലക്കഞ്ഞി മാത്രമേ ഉള്ളൂ. അതാണ് പ്ലാവിലക്കഞ്ഞി എന്നുള്ള ശീർഷകത്തിൻ്റെ ഔചിത്യം. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, ഇതേ ഉത്തരം തന്നെ എഴുതിയാൽ മതിയാകും. തമ്പ്ര, ഏന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട. ഒരു വാക്കുകൊണ്ട് ഔസേപ്പ് ആ അപേക്ഷയെ നിഷേധിച്ചു. നെല്ല് കൂലി കിട്ടേണ്ടതിൻ്റെ ആവശ്യകത എന്ത്? അല്ലെങ്കിൽ ആവശ്യകത വിശകലനം ചെയ്യുക.
എന്നൊരു ചോദ്യം അവിടെ ചോദിക്കാം. രാത്രിയുടെ മറവിൽ നടക്കുന്ന വൻ വ്യാപാരങ്ങൾ കോരൻ കണ്ടു. കോരൻ കണ്ട കാഴ്ച പഴയ കാലത്തേത് മാത്രമല്ല, ഇന്നും ഇതുപോലെ ധാരാളം കാഴ്ചകളുണ്ട്. ഈ അഭിപ്രായത്തിൻ്റെ സാധുത വിലയിരുത്തുക. നെല്ലിനു വേണ്ടി കോരൻ ഓടി നടന്നപ്പോൾ രാത്രിയുടെ കൂരിരുട്ടിൽ നെല്ല് വള്ളത്തിൽ കയറ്റി വലിയ ചാക്കുകളായി കൊണ്ടുപോകുന്നത് കോരൻ കാണാനിടയായി. ഇതുകൊണ്ടാണ് തങ്ങൾക്ക് നെല്ല് കിട്ടാത്തതെന്ന് കോരന് മനസ്സിലായി. രാത്രിയുടെ മറവിൽ നടക്കുന്ന പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയുമാണ് ഇവിടെ കണ്ടത്. അതുപോലെ ഇന്നും എന്തെല്ലാമാണ് രാത്രിയുടെ മറവിൽ ഒളിച്ചു കടത്തപ്പെടുന്നത്. മണൽ മാഫിയ രാത്രിയിലാണ് നമ്മുടെ നദികളിൽ നിന്നും കടലോരങ്ങളിൽ നിന്നുമൊക്കെയുള്ള മണൽ വാരി അനധികൃതമായി കടത്തിക്കൊണ്ടുപോയി കാശ് വാങ്ങുന്നത്. രാത്രിയിലാണ് സ്പിരിറ്റ് ലോറികൾ കടന്നു പോകുന്നത്. കഞ്ചാവ്, രാസലഹരി ഇതെല്ലാം കടത്തിക്കൊണ്ടുപോകുന്നത് രാത്രിയിലാണ്. അതുപോലെ വൻതോതിൽ സ്വർണം വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഇവിടേക്ക് വരുന്നു. അതും ഒരു കരിഞ്ചന്തയാണ്. മറ്റൊന്ന്, കുഴൽപ്പണം വരുന്നു. എന്തിന്? മാലിന്യങ്ങൾ കൊണ്ടുവന്ന് രാത്രിയുടെ മറവിൽ കൊണ്ട് തള്ളുന്നത് പോലും ഒരു തരത്തിൽ കരിഞ്ചന്തയാണ്. അപ്പം അങ്ങനെ രാത്രിയുടെ മറവിൽ എന്തെല്ലാമാണ് അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. കാലം എത്ര മാറിയാലും ആ കള്ളത്തരത്തിനും കൊള്ളയ്ക്കും യാതൊരു അറുതിയുമില്ല എന്നുള്ളത് അതിനൊരു ഉദാഹരണമാണ്. ചിരുതയുടെയും കോരൻ്റെയും ബന്ധം ഒരു ഉത്തമ ദാമ്പത്യ ബന്ധത്തിൻ്റെ ഉദാഹരണമാണ്. ഈ അഭിപ്രായം വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അതെ, കോരൻ്റെയും ചിരുതയുടെയും ബന്ധം ഉത്തമ ദാമ്പത്യ ബന്ധത്തിന് ഉദാഹരണമാണ്. കോരൻ വരുന്നത് വരെ ചിരുത ഉറങ്ങാതെ കാത്തിരിക്കും. കോരൻ വന്നു കഴിഞ്ഞാൽ അവൻ കൊണ്ടുവരുന്ന നെല്ല് കുത്തി എടുത്ത് കഞ്ഞിയും കപ്പയും ഉണ്ടാക്കും. കഞ്ഞിയും കപ്പയും ഉണ്ടാക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ മത്സരമാണ്. ചിരുതയെ കഴിപ്പിക്കാൻ കോരനും കോരനെ കഴിപ്പിക്കാൻ ചിരുതയും. എൻ്റെ വയറ്റിലൊരു കമ്പിതമിടിയെന്ന് പറഞ്ഞ് കോരൻ കഴിക്കാതിരിക്കും. ചിരുതയാകട്ടെ ഏനും വേണ്ട, ഏനും കുടിക്കത്തില്ല എന്ന് പറഞ്ഞ് അവനെ കഴിപ്പിക്കാനായി ശ്രമിക്കും. എന്ന് മാത്രമല്ല, ആ കഴിച്ചതിൽ നിന്ന് ഒരു പങ്കെടുത്ത് അവൾ നീക്കി വെക്കും. അടുത്ത ദിവസം കോരൻ പോകുമ്പോൾ കോരനെ കഴിപ്പിച്ചു വിടാൻ. അതിൻ്റെ പേരിലും അവർ തമ്മിൽ വഴക്കുണ്ടാകും. അങ്ങനെ പരസ്പരമുള്ള കരുതലും സ്നേഹവും. അവർ കഴിക്കുന്നതാകട്ടെ ഒരു ചട്ടിക്ക് ഇരുപുറവും ഇരുന്ന്. അവിടെ യാതൊരു വ്യത്യാസവുമില്ല, സ്ത്രീ പുരുഷ ഭേദമില്ല. സമത്വത്തോടെ സ്നേഹത്തോടെ വാഴുന്ന കോരനും ചിരുതയും. എന്നു മാത്രമല്ല, അവൻ്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുമ്പോൾ അവൾക്ക് പേടിയില്ലാതെ ഉറങ്ങാനും കഴിയുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ അവരുടെ ദാമ്പത്യ ബന്ധം സുദൃഢമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. കഥാപാത്ര നിരൂപണം. അത് ചിരുതയുടെ കഥാപാത്ര നിരൂപണമാണ്. ഇതിലെ ഒരു കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, പാരഗ്രാഫ് തിരിച്ചു വേണം
ഒരു ഉപന്യാസ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. ആദ്യ പാരഗ്രാഫ് നമ്മുടെ ചോദ്യ പാഠഭാഗം ഇതിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരാമുഖമായിരിക്കണം. തുടർന്ന് വരുന്ന പാരഗ്രാഫുകളിൽ നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ ചോദ്യത്തിൻ്റെ ഉത്തരം വിശദീകരിക്കുന്നതായിരിക്കണം തുടർന്ന് വരുന്ന പാരഗ്രാഫുകൾ. അവസാന പാരഗ്രാഫ് ഒരു ഉപസംഹാരം അഥവാ കൺക്ലൂഷൻ ആയിരിക്കണം അവസാന പാരഗ്രാഫ്. ഇപ്പം ചിരിത എന്ന് പറയുന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുമ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മുടെ പാഠസന്ദർഭം തന്നെ ചൂണ്ടിക്കാണിക്കണം. ജ്ഞാനപീഠ അവാർഡ് ജേതാവും കുട്ടനാടിൻ്റെ കഥാകാരനുമായ തകഴി ശിവശങ്കരപിള്ളയുടെ പ്രശസ്തമായ നോവലാണ് രണ്ടിടങ്ങഴി. കുട്ടനാടൻ കർഷകരുടെ ജീവിത വ്യഥകളാണ് ഇതിൻ്റെ പ്രമേയം. പഴയ കാലത്ത് ജന്മിയുടെ കീഴിൽ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന കർഷകരുടെ ജീവിതത്തിലേക്ക് ചൂണ്ടിയ നേർക്കാഴ്ചയാണ് രണ്ടിടങ്ങഴി. പാഠഭാഗത്ത് പ്രധാനമായും കോരനും ചിരിതയും കോരൻ്റെ പിതാവുമാണുള്ളത്. ഇതിൽ ഏറ്റവും വ്യക്തിത്വമുള്ളൊരു കഥാപാത്രമാണ് ചിരിത. ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാൻ ചിരിതയ്ക്കറിയാം. തൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്നത് എന്തായാലും യാതൊരു പരാതിയുമില്ലാതെ അത് അദ്ദേഹത്തിന് വെച്ച് വിളമ്പിക്കൊടുത്ത് തൻ്റെ വിശപ്പിനെ നിയന്ത്രിച്ച് അദ്ദേഹത്തിനെ കൂടുതൽ കഴിപ്പിച്ച്, അദ്ദേഹമാണല്ലോ വീടിനു വേണ്ടി അധ്വാനിക്കുന്ന സ്വന്തം ഭർത്താവിന് കൂടുതൽ കൊടുത്ത് അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അടുത്ത ദിവസത്തേക്ക് അദ്ദേഹത്തിന് മാറ്റിവെക്കുന്ന ചിരിതയിൽ ഒരു ഉത്തമ കുടുംബിനിയുടെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. എന്ന് മാത്രമല്ല, സ്നേഹവും കരുതലും എല്ലാം ചിരിതയിൽ നമുക്ക് കാണാം. മറ്റൊന്ന്, തൻ്റെ ഭർത്താവിനോട് മാത്രമല്ല ഭർത്താവിൻ്റെ അച്ഛനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും കാണിക്കുന്ന ബഹുമാനവും ആദരവും ചിരിതയുടെ സ്വഭാവത്തിൽ എടുത്തു പറയേണ്ടതാണ്. കോരനെ തേടി അവശനായ കോരൻ്റെ പിതാവ് കോരൻ്റെ വീട്ടിലെത്തുന്നു. കോരൻ ഒരു കാലത്ത് പ്രണയിച്ചു ചിരിതയെ വിവാഹം കഴിച്ചപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്ന പിതാവിനെ ഉപേക്ഷിച്ച് പോന്നതാണ്. ആ പിതാവാണിപ്പോൾ കോരനെ തേടി വന്നിരിക്കുന്നത്. പിതാവിനെ സ്നേഹാദരങ്ങളോടെ സ്വീകരിച്ച് താൻ മുറം വെട്ടികിട്ടിയ അരികൊണ്ട് അദ്ദേഹത്തിനെ ഊട്ടി അടുക്കയിരുന്ന് വിളമ്പിക്കൊടുത്ത് അദ്ദേഹത്തിനെ തൃപ്തനാക്കുന്ന ചിരിതയുടെ ആ സ്നേഹാദരവുകൾ ആരുടെയും കണ്ണ് നിറയ്ക്കും. കോരൻ ആ കാഴ്ച കണ്ട് കണ്ണ് നിറഞ്ഞുപോയി. താൻ തൻ്റെ പിതാവിനോട് ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത അപരാധമാണല്ലോ എന്ന് കോരൻ ചിന്തിച്ചുപോയി. തൻ്റെ അടുക്കലിരുന്ന് തന്നെ ഊട്ടിയ കിടാത്തിയുടെ സ്നേഹം ആ അപ്പൻ്റെയും കണ്ണ് നിറയിച്ചു. തന്നെ ഊട്ടുകയല്ലാതെ അവൾ ഉണ്ടില്ല എന്ന് പിതാവ് പറയുന്നുണ്ട്. ആ പറച്ചിൽ അവളുടെ പെരുമാറ്റത്തിലുള്ള സവിശേഷത കൊണ്ട് കോരൻ്റെ പിതാവിന് തോന്നിയതാണ്. ഇങ്ങനെ നല്ലൊരു കുടുംബിനിയായും സ്നേഹമയിയായ ഭാര്യയായും നല്ല മരുമകളായും പാഠഭാഗത്താകെ നിറഞ്ഞു നിൽക്കുകയാണ് ചിരിത. ഒരു ഉത്തമ കുടുംബിനി എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇന്നത്തെ കാലത്തെ കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമായി പോകുന്ന സാഹചര്യമാണുള്ളത്. അമ്മായിയപ്പനും മരുമകളും ഭർത്താവും ഭാര്യയും ഒന്നും തമ്മിൽ
അത്ര ശക്തമായ ബന്ധങ്ങളൊന്നുമില്ല. എല്ലാവരും സ്വാർത്ഥരാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ചിരിതയെ പോലെയുള്ള ഒരു മകൾ, ഒരു കുടുംബിനി, ഒരു ഭാര്യ, അവൾ വീടിൻ്റെ വിളക്ക് തന്നെയാണ്. അടുത്തത് നമ്മൾ പല പ്രാവശ്യം പാഠഭാഗത്തുമൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. കോരൻ ചെയ്ത അക്ഷന്തവ്യമായ അപരാധം എന്തായിരുന്നു? നിങ്ങൾക്കറിയാമല്ലോ. അത് പല രീതിയിൽ ചോദിക്കാം. 2 മാർക്കിന് ചോദിക്കാം, 1 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിനും ചോദിക്കാം. അപ്പം ആ മാർക്കിൻ്റെ അനുസരിച്ച് നിങ്ങൾ വിശദീകരിക്കണം. ഇപ്പം 1 മാർക്കിനാണൊരു ചോദ്യമെങ്കിൽ അത് ശരിക്ക് ഒരു വരി, ഒരു വാക്ക് അത്രയൊക്കെ ധാരാളം മതി. 2 മാർക്കിൻ്റെ ചോദ്യത്തിന് 4 പോയിന്റുകൾ, 4 മാർക്കിൻ്റെ ചോദ്യത്തിന് 8 പോയിന്റുകൾ, 6 മാർക്കിൻ്റെതിന് 12 പോയിന്റ്. അതായത് 5 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. അതിൽ ഉറപ്പായിട്ടും 12 പോയിന്റുകളും ഉണ്ടായിരിക്കണം. പ്ലാവിലക്കഞ്ഞിയിലെ ഭാഷയുടെ പ്രത്യേകത ചോദിക്കാം. പ്ലാവിലക്കഞ്ഞി നമ്മൾ ചെമ്മീനുമായിട്ട് താരതമ്യം ചെയ്ത് ആ ഭാഷാ പ്രയോഗങ്ങൾ കൃതിയുടെ സ്വാഭാവികത എത്രമാത്രം വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാകാം. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ തന്നെ ഒരു കൃതി എഴുതുമ്പോൾ അതിന് കുറേ കൂടെ ശക്തിയും സ്വാഭാവികതയും ഉണ്ടാകും. അത് കഥാകാരൻ ആ സ്ഥലം നേരിട്ട് കണ്ടറിഞ്ഞ പോലെ എഴുതിയതായി വായിക്കുന്നവർക്ക് അനുഭവപ്പെടും. അവരുടെ ജീവിതവുമായിട്ട് കഥാകാരന് വളരെ അടുത്ത് പരിചയമുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടാക്കും. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കും ഈ രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ. ഇനി ഇതിനകത്തുനിന്ന് ചോദിക്കാൻ വേണമെങ്കിൽ, നമ്മൾ ചർച്ച ചെയ്ത ചോദ്യം തന്നെയാണ് എങ്കിലും, കൊച്ചുകുടിൽക്കത്രേ നിദ്രാസുഖം പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിലെ ഏതെങ്കിലും സന്ദർഭം ചൂണ്ടിക്കാണിച്ച് വിശദീകരിക്കുക എന്ന് ചോദിക്കാം. അതപ്പോൾ ചിരിതയും കോരനും തമ്മിലുള്ള ആ ബന്ധം കാണിച്ചാൽ മതി. ചിരിത ഭയപ്പെടുന്നത്, ചെറിയൊരനക്കം കേട്ടാൽ പോലും ചിരിത ഭയപ്പെടും. അതിന് പിന്നിലുള്ള സാമൂഹ്യ അവസ്ഥ എന്താണ്? പഴയകാലത്ത് പാവപ്പെട്ട പെൺകുട്ടികളുടെ, അതായത് അടിയാളന്മാരുടെ വീടുകളിൽ അവരുടെ ചെറ്റപൊക്കി പെണ്ണുങ്ങളുടെ വീട്ടിൽ കയറി പെണ്ണുങ്ങളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നും മാറ്റമൊന്നുമില്ല. നമ്മളിപ്പോൾ ഹേമ കമ്മീഷനും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ മറന്നു പോകരുത്. പണ്ട് കാലവും ഇന്നുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. ബംഗാളിൽ നടന്ന ഡോക്ടറുടെ കൊലപാതകം, ഇങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. സ്ത്രീകൾ സമൂഹത്തിൽ സുരക്ഷിതരല്ല പണ്ടും ഇന്നും. കണ്ണെഴുതി പൊട്ടും തൊട്ട് പോലുള്ള സിനിമകളൊക്കെ നിങ്ങൾക്ക് ഉദാഹരിക്കാം. അപ്പോൾ ഇതൊക്കെ ഓർക്കുക. പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തെ പറ്റി ഇത്രയുമുള്ളൂ പറയാൻ.